നല്ല ഊക്കുള്ള ചെക്കൻ. അമ്മ ഞരങ്ങുന്നു. ഞങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഞങ്ങൾ നിസ്സഹായരായി നോക്കി നിൽക്കുക. അപ്പോഴവൻ താക്കോൽ കണ്ടു. കഴുത്ത് വിട്ടേച്ച് താക്കോൽ എടുത്തുകൊണ്ട് പോയി. കാശ് കൊടുത്തു. താക്കോൽ എറിഞ്ഞിട്ട് അവൻ പോയി. ഈ അമ്മ ചുറ്റി 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 നടന്നിട്ടൊരു നേരം തിരികെ വന്ന് ഞങ്ങളിരിക്കുന്നതിന് ഓപ്പോസിറ്റുള്ള കസേരയിലിരുന്നു കൊണ്ട് തന്നോട് തന്നെ പറയാൻ തുടങ്ങി, നല്ലൊരു കുഞ്ഞ്, മിടുക്കൻ കുട്ടി. എന്ത് ചെയ്യാൻ, എന്തോ വഴക്ക് കൂട്ടുകാരുടെ കൂട്ടത്തിൽ കൂടി കാണും കുട്ടി. നല്ല കുഞ്ഞ്, മിടുക്കൻ കുഞ്ഞ്. കഴുത്ത് തല ഉയർത്തി ഞങ്ങൾ നോക്കിട്ടു. നിങ്ങൾ വിചാരിക്കരുത് അവൻ കഴുത്ത് ഞെരിച്ചു എന്ന്. കുട്ടിക്കളിയാ. കഴുത്ത് ചോന്ന് കിടക്കുന്നു. അപ്പോഴും ആ അമ്മയുടെ സ്നേഹം കണ്ടോ? പറയുന്നത് എന്താ? കുട്ടിക്കളിയാ. ഞാൻ അവന് വേണ്ടി ഉപവസിക്കാൻ പോവാ. സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞത് സ്നേഹം എന്താണെന്ന് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടിയാ. ദോഷം കണക്കിടുന്നില്ല. ദോഷം കണക്കിടുന്നില്ല. അതാണ് സ്നേഹം. അതാണ് സ്നേഹം. സ്തോത്രം. എല്ലാം പൊറുക്കുന്നു. സ്തോത്രം. ഇതാണ് സ്നേഹം. ഈ ദിവ്യ സ്നേഹം കേൾക്കണേ, ഇത് ദൈവത്തിന് നമ്മളോടേ ഉള്ളൂ. ഈ അഖിലാണ്ട കടാകത്തിൽ നൂറുകണക്കിനോ ആയിരക്കണക്കിനോ സ്പീഷീസ് ജന്തുവംശങ്ങൾ ഉണ്ടാകാം. പക്ഷേ സ്നേഹം അനുഭവിക്കുന്നത് മനുഷ്യൻ മാത്രമേ ഉള്ളൂ. മാലാഖമാരോട് പോലും സ്നേഹമില്ല. നിങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടോ? ദൂതപ്രമുഖനായ ലൂസിഫർ, നിന്നെ സൃഷ്ടിച്ച നാൾ മുതൽ നിന്നിൽ നീതികേട് കണ്ടതുവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു എന്നാ തിരുവെഴുത്ത് പറയുന്നത്. നീതികേട് കണ്ടതുവരെ അവൻ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. അപ്പോൾ അവൻ ആദ്യം ചെയ്ത തെറ്റ്, ആദ്യത്തെ തെറ്റ്, സ്തോത്രം, അത് നടപ്പാക്കി പോലുമില്ല. അത്യുന്നതനോട് സമനാകും, ഞാൻ മേഘോന്നെ നിൽക്കും, മീറ്റ കയറും എന്ന് ഹൃദയത്തിൽ തീരുമാനിച്ചതേ ഉള്ളൂ. അവനെ അശുദ്ധനെന്നെണ്ണി വിശുദ്ധ ദേവപർവ്വതത്തിൽ നിന്ന് അവനെ പുറന്തള്ളി. മത്തായി 25:41 പറയുന്നു, പിശാചിനും അവൻ്റെ ദൂതന്മാർക്കും വേണ്ടി ഒരുക്കിയിരിക്കുന്ന നരകം, അവനെ പുറന്തള്ളി, അവന് വേണ്ടി നരകമൊരുക്കി. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ വേറെ ഒരു നരകമൊരുക്കിയില്ല. മനസ്സിലാവുന്നുണ്ടോ? മനുഷ്യൻ പാപം ചെയ്തപ്പോൾ മനുഷ്യനു വേണ്ടി കാൽവറി ഒരുക്കി. സ്തോത്രം. അതാണ് സ്നേഹം. സ്തോത്രം. ഇതാണ് ദൈവത്തിന്റെ സ്നേഹം. വി ആർ ദി എക്സ്ക്ലൂസീവ് റെസിപ്പിയൻസ് ഓഫ് ദ ഡിവൈൻ ലവ്. സ്തോത്രം. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, നമ്മൾ അവനെ സ്നേഹിക്കാതിരിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ദുഃഖമുണ്ട്. ഞാൻ പറയുന്നത് സത്യമാ. വേദപുസ്തകം പറയുന്ന കാര്യമാണ്. ദൈവത്തെ വെളിപ്പെടുത്താനാണ് മിശിഹാ തമ്പുരാൻ ഇവിടെ വന്നത്. അതാണല്ലോ യോഹന്നാൻ 1:18 പറയുന്നു, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല, അവൻ്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. അതാണ് കർത്താവ് പറഞ്ഞു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാനും പിതാവും ഒന്നാകുന്നു. സ്തോത്രം. പിന്നെയും കർത്താവിൻ്റെ വചനം നമ്മളെ ഓർപ്പിക്കുന്ന കാര്യമുണ്ട്, അവനിലല്ലോ ദൈവത്തിൻ്റെ സകല സമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. ദൈവത്തെ വെളിപ്പെടുത്താൻ വന്ന കർത്താവ്. സ്തോത്രം. ദൈവഹൃദയത്തിൻ്റെ വെളിപ്പാട് നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചിട്ടുണ്ട്. അതാണ്. ഒന്ന് എടുത്തു വായിക്കാമോ? മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിലെ 37-ാം വാക്യവും
ലൂക്കോസിന്റെ സുവിശേഷം 19 അധ്യായത്തിലെ 41 വാക്യം ഒന്ന് വായിക്കാമോ? സ്തോത്രം. മാത്യു 23:37. Will you please read fast? Matthew 23:37. മതി. ലൂക്കോസ് 19:41 ഒന്ന് വായിക്കാമോ? ലൂക്ക് 19:41. ലൂക്ക് 19:41. താഴോട്ട് വായിക്കുമ്പോൾ അതേ സന്ദർഭമാണ്. ശ്രദ്ധിച്ചേ, സന്ദർഭം എന്ന് പറയാനാണ് ഇത് രണ്ടും കൂടെ ചേർത്തത്. ഒരേ സന്ദർഭമാണ്. യെരൂശലേം നഗരത്തോട് സമീപിച്ചപ്പോൾ കർത്താവ് അതിനെ കണ്ട് അതിനെക്കുറിച്ച്, ഓ ഇതാരാ കരയുന്നേ? കരഞ്ഞുകൊണ്ട് പറയുന്നത് എന്താ? യെരൂശലേമേ, യെരൂശലേമേ, നീ പ്രവാചകന്മാരെ കൊന്നു, നിന്റെ അടുക്കൽ അയച്ചവരെ കല്ലെറിഞ്ഞു. നീ ഇതൊക്കെ ചെയ്തെങ്കിലും കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴെ ചേർക്കുന്നത് പോലെ നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളുവാൻ എനിക്ക് മനസ്സാ. എനിക്ക് എത്ര വട്ടം മനസ്സാ, നിങ്ങൾക്ക് മനസ്സില്ലല്ലോ. അതോർത്ത് കരയുകയാണ്. സ്വർഗത്തിലെ ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൻ്റെ വേദന. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കർത്താവ് തൻ്റെ സ്തോത്രം ഇടപെടലിലൂടെ, തൻ്റെ ശുശ്രൂഷയിലൂടെ, തൻ്റെ വാക്കുകളിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുക. ഞാൻ പറയുന്നത് സത്യമാണ്, വേദപുസ്തകമായത്. സ്തോത്രം, സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ? ദൈവത്തിൻ്റെ ഹൃദയത്തിൽ ദുഃഖമായി എന്നൊക്കെ പറയുന്നത് വേദപുസ്തകത്തിലെ സത്യമാണ്. ഞാൻ ഇന്നലെ അതിനെക്കുറിച്ച് നിങ്ങളോട് പരാമർശിച്ചല്ലോ. സ്തോത്രം. എന്നെ കേൾക്കുന്നതിൻ്റെ സഹോദരങ്ങളെ, സ്തോത്രം. ദൈവത്തിൻ്റെ ഹൃദയത്തിൻ്റെ പ്രസാദമെന്ന് പറയുന്നത് നമ്മൾ അവനെ സ്നേഹിക്കുന്നതാണ്. നമ്മൾ അവനെ സ്നേഹിക്കണം. അവനെ സ്നേഹിക്കാത്തവരാരും അവൻ്റെ സന്നിധിയിൽ കാണുകയില്ല. അതെങ്ങനെ ഒക്കും? ഏത് മണവാളനാ അവനെ സ്നേഹിക്കാത്ത മണവാട്ടിയാ വേണ്ടത്? നിങ്ങളെൻ്റെ കൂടെ ഉണ്ടല്ലോ. സ്തോത്രം. നമ്മളവനെ സ്നേഹിക്കണം. അതുകൊണ്ടാണ് മാലാഖമാർ, സ്തോത്രം, അവർക്ക് പകരം സൃഷ്ടിക്കപ്പെട്ടവരല്ല നമ്മൾ. തന്നെയല്ല, മാലാഖമാരുടെ സ്റ്റാറ്റസുമല്ല നമുക്ക്. സ്തോത്രം. എനിക്ക് വളരെ അത്ഭുതം തോന്നിയ ഒരു ദിവസം ഞാൻ ആ യോഗത്തിൽ ഇത് പറയുകയും ചെയ്യും. നമ്മുടെ പാട്ടുകളൊക്കെ വേദപുസ്തകമായി വേണ്ട പോലെ ചേരാത്ത പോലെ പോകുന്നു. ഒത്തിരിയും പാട്ടുകൾ. കാര്യം ഒരു സ്ഥലത്ത് ഒരു അതിഥി പ്രസംഗകനായി ഞാൻ ചെന്നപ്പം ആദ്യം ഒരു പാടിയപ്പം ദൂതന്മാരുടെ കൂടെ നമ്മൾ പാടുമെന്ന് അവർ പാടി. നാമും ചേർന്ന് പാടും, ദൂതര് പാടും, നമ്മളും ചേർന്ന് പാടുമെന്നൊക്കെ ദൂതന്മാരുടെ കൂടെ പാടുമെന്ന് പാടി. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പം പിന്നെ ഒരു പാട്ട് പാടിയപ്പം പാടി, വീണ്ടെടുപ്പിൻ ഗാനം പാടും ഞാൻ സിയോനിൽ വിൺദൂതർക്കും പാടാൻ. ഞാൻ ചോദിച്ചത് രണ്ടും കൂടെ എങ്ങനെ ചേരുന്നേ? നമ്മുടെ ഇടയിൽ ഇപ്പം പൊതുവെ പറയുന്ന മാലാഖമാരവിടെ പാടുന്നു, നമ്മൾ കുറയ്ക്കരുതെന്ന. പാടാൻ ആളുകളെ ഉത്സാഹിപ്പിക്കാൻ ഈ പാട്ടിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഉപയോഗിക്കുന്ന ഒരു പ്രയോഗമാണ് കൂടെ ഉണ്ടല്ലോ. സ്തോത്രം. എങ്കിലും ദാറ്റ്സ് നോട്ട് ബിബ്ലിക്കൽ. നമ്മൾ വിചാരിക്കുക നമ്മൾ മാലാഖമാരുടെ കൂടെ പാടാമോ? ഒന്നുമല്ലെന്നേ. മാലാഖമാർ വേറെ സ്റ്റാറ്റസ്, നമ്മുടെ വേറെ സ്റ്റാറ്റസ്. നമ്മൾ പാടുന്ന പാട്ടിൻ്റെ അയലത്തോട്ട് വരാൻ അവരെ കൊണ്ട് ഒക്കുകയില്ല. സ്തോത്രം. നമ്മൾ കർത്താവിൻ്റെ മണവാട്ടിയാ, മറന്നു പോകല്ല. നമ്മളവനെ സ്നേഹിക്കുന്നവരാണ്. ദൈവദൂത തുല്യരാകുമെന്നേ ഉള്ളൂ. നമ്മുടെ സ്റ്റാറ്റസില്ല, നമ്മുടെ ഫിസിക്കൽ കണ്ടീഷനിലാണ്. അതൊക്കെ ഫിസിക്കൽ എന്ന് പറഞ്ഞുകൂടല്ലോ, നമ്മുടെ ബോഡിലി കണ്ടീഷനിലാണ്. അതാകുന്നുണ്ട് നല്ലത്. സ്തോത്രം. ആ ഭാഗത്തൊക്കെ വരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ടെങ്കിലും നേരെ കിട്ടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കട്ടെ. നിങ്ങളെൻ്റെ കൂടെ വരണേ അപ്പോൾ. സ്തോത്രം. അപ്പോൾ ഇത് നമ്മൾ മറക്കരുത്. വി ആർ സംവൺ സ്പെഷ്യൽ.